പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് തുടരുകയാണ്. അപ്പോ ഇന്നലെ വരെയുള്ള ക്ലാസ്സിൽ നമ്മൾ അവസാനമായിട്ട് അവസാനിപ്പിച്ചത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിച്ച് എങ്ങനെ ഒരു ചോദ്യം തയ്യാറാക്കാം എന്നുള്ളതായിരുന്നു. അതിനുവേണ്ടി നമ്മൾ അനുവർത്തിച്ച മാർഗം എന്ന് പറയുന്നത് വെർബിനെ വിഭജിച്ചുകൊണ്ട് രണ്ട് പാർട്ടാക്കുന്നു. അതായത് യെസ് ഉള്ള വെർബ് ആണെങ്കിൽ അതിന്റെ കൂടെ ഡസ് എന്ന് ചേർത്ത് കൊടുക്കുക, എന്നിട്ട് അതിനെ വിഭജിക്കുക. ഇനി അതല്ലെങ്കിൽ യെസ് ഇല്ലാത്ത വെർബ് ആണെങ്കിൽ അതിന്റെ കൂടെ ഡു എന്നാണ് ചേർത്ത് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞു. ഇനി അത്തരം ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയുമ്പോഴും ഈ ഡസ്, ഡു എന്നീ വാക്കുകൾക്ക് പ്രസക്തിയുണ്ട് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ. അപ്പോ നമ്മൾ ഉത്തരം തയ്യാറാക്കുമ്പോഴും ഡസ് എന്നുള്ള വാക്ക് ആ ഉത്തരത്തിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പൊ ഒരു ഉദാഹരണം നോക്കാം. അവൻ എല്ലാ ദിവസവും ക്രിക്കറ്റ് കളിക്കാറുണ്ടോ എന്നൊരു ചോദ്യം നോക്കാം. ആ ചോദ്യം ഇങ്ങനെയായിരിക്കും: ഡസ് ഹി പ്ലേ ക്രിക്കറ്റ് എവറി ഡേ എന്നായിരിക്കും ആ ചോദ്യം. അപ്പൊ അതിന്റെ ഉത്തരം പറയുമ്പോൾ അവൻ കളിക്കാറുണ്ട് എന്നാണ് നമുക്ക് പറയേണ്ടത് എങ്കിൽ ഇങ്ങനെയാണ് പറയേണ്ടത്: യെസ് ഹി ഡസ് എന്ന് പറയേണ്ടി വരും. ഇനി ഇല്ല എന്നാണ് പറയേണ്ടതെങ്കിൽ നോ ഹി ഡസ് നോട്ട് അല്ലെങ്കിൽ ഡസിന്റ് എന്ന് കൊടുക്കാം. ഇനി മറ്റൊരു ചോദ്യം, പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്റ്റിന്റെ ഒരു ചോദ്യം നോക്കാം. അവർ എല്ലാ ദിവസവും ക്രിക്കറ്റ് കളിക്കാറുണ്ടോ എന്നാണെങ്കിൽ ഡു ദേ പ്ലേ ക്രിക്കറ്റ് എവറി ഡേ എന്നായിരിക്കും ആ ചോദ്യം. അതിന്റെ ഉത്തരം പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെയാണ് പറയേണ്ടത്: യെസ് യെസ് ദേ ഡു, അവർ എല്ലാ ദിവസവും ക്രിക്കറ്റ് കളിക്കാറുണ്ട്. ഇനി ഇല്ല എന്നാണ് പറയേണ്ടത് എങ്കിൽ നോ ദേ ഡോണ്ട് എന്നാണ് ഉത്തരം പറയേണ്ടത്.